ഹിസ്ബുള്ളയ്ക്ക് ഫണ്ടിംഗ് നൽകിയെന്ന് കണ്ടെത്തിയ 2 പേരെ ഇപ്പോൾ കുവൈറ്റ് ഭരണകൂടം 10 വർഷത്തേക്ക് കഠിന തടവിന് വിധിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കുവൈറ്റിൽ ഹിസ്ബുള്ള സംഘടനയ്ക്ക് സാമ്പത്തിക സഹായം നൽകുകയും അതിൽ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നുകൊണ്ടാണ് ഈ കേസിലാണ് ഇപ്പോൾ 2 പൗരന്മാർക്കും പൗരത്വം ഉൾപ്പെടെ റദ്ദാക്കിക്കൊണ്ട് ഇവിടെ അതായത് ഒരാളുടെ പൗരത്വം റദ്ദാക്കുകയും മറ്റേയാളെ ക്രിമിനൽ കോടതി 10 വർഷം കഠിന തടവിന് വിധിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രതികൾ ഓരോരുത്തരും 10,000 ദിനാർ പിഴ അടയ്ക്കണമെന്നും ഇവിടെ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. നിരോധിത സംഘടനകളെ സഹിക്കുന്നതിനും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും എതിരെയുള്ള കർശന നടപടികളുടെ ഭാഗമായാണ് കോടതി ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ മാസം രാജ്യത്തെ പ്രധാന സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട ഭീകരാക്രമണ പദ്ധതി സുരക്ഷാ ഏജൻസികൾ പരാജയപ്പെടുത്തുകയായിരുന്നു. രഹസ്യാന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഹിസ്ബുള്ളയുമായി തന്നെ ബന്ധമുള്ള ഭീകര സംഘടനയിലെ 10 കുവൈറ്റി പൗരന്മാരെ ഉൾപ്പെടെയാണ് ഇതിലൂടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ വിദേശ സംഘടനകളുമായി ചേർന്നുകൊണ്ട് ലക്ഷ്യമിട്ട കേന്ദ്രങ്ങളുടെ വിവരങ്ങളും ലൊക്കേഷൻ കോർഡിനേറ്റുകളും എല്ലാം തന്നെ കൈമാറാൻ ശ്രമിച്ചുവെന്നും ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അന്വേഷണത്തിൽ പ്രതികൾ ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള ക്യാമ്പുകളിൽ പരിശീലനം നേടിയതായും ആയുധങ്ങൾ ഉപയോഗിക്കൽ, ഡ്രോൺ നിയന്ത്രണം എന്നിവയിൽ പരിശീലനം നേടിയതുമായ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്കിടയിൽ സമാധാന ചർച്ചകൾക്കായി തന്നെ ലെബനൻ പ്രധാനമന്ത്രി നവാഫ് സലാം ആകട്ടെ US-ലേക്ക് എത്തിയിരിക്കുകയാണ്. യുദ്ധം തുടരുമ്പോഴും ലെബനനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇസ്രായേൽ താൽപര്യം പ്രകടിപ്പിച്ചതായാണ് ഈ നയതന്ത്ര നീക്കത്തിൽ നിന്നും ഇവിടെ വഴിയൊരുക്കുന്നത്. ഹിസ്ബുള്ളയുടെ നിരായുധീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ ആക്രമണം ശക്തമാവുമ്പോൾ ഉടൻ വെടിനിർത്തൽ വേണമെന്നും ലെബനന്റെ ആവശ്യമായി ഉന്നയിക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രാദേശിക കരാറുകൾ നിലവിലുണ്ടെങ്കിൽ പോലും ലെബനനിലെ സൈനിക നടപടികളിൽ ഇത് ബാധകമാകുമോ എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. സങ്കീർണമായ ഈ ഒരു സാഹചര്യത്തിൽ ഏപ്രിൽ 21 തന്നെ അവസാനിക്കുന്ന താൽക്കാലിക വെടിനിർത്തലിന് മുൻപേ തന്നെ ഒരു സ്ഥിരമായ പരിഹാരം കണ്ടെത്താനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. അതേസമയം ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിനുള്ള സൈനിക നടപടികൾ പൂർത്തിയാക്കിയാൽ ഇസ്രായേൽ അമേരിക്കയോട് കുറച്ച് ദിവസത്തെ സമയം ആവശ്യപ്പെടുകയാണ്. ചർച്ചകൾക്കിടയിലും സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഉടനടി തന്നെ വെടിനിർത്തൽ വേണമെന്ന നിലപാടിലാണ്. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഓൺ ആകട്ടെ വലിയ രീതിയിൽ ഈ ഒരു അഭിപ്രായം പങ്കുവയ്ക്കുകയാണ്. എന്നാൽ വെടിനിർത്തൽ ഇല്ലാതെ തന്നെ ചർച്ചകൾ നടത്തണമെന്നതാണ് ഇസ്രായേലിന്റെ വാശി. ഇത് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റുബിയോയ്ക്കും സംഘത്തിനും വലിയ വെല്ലുവിളിയാകും. അമേരിക്കയും ഇറാനും തമ്മിൽ പാകിസ്ഥാനിൽ വെച്ച് ഒപ്പിട്ട 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ ലെബനനും ബാധകമാണ് എന്നതാണ് ഇറാന്റെയും പാകിസ്ഥാന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന അവകാശവാദങ്ങൾ. എന്നാൽ ഈ കരാർ ഹിസ്ബുള്ളയ്ക്ക് ബാധകമല്ല എന്നും അമേരിക്കയും ഇസ്രായേലും ഉറപ്പിച്ചു പറയുകയും ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.